أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين بسم الله العليم القدرة والشان شديد البطش والبرهان حافل الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون قال الله عز وجل قال الله عز وجل رب شاخ مدفوع بالأبواب لو أقسم على الله لأبره قال رسول الله يا خير من دفينت بالقاء علمه فطاب من طيبهن الكاه واللكام نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم جل مولاي صل وسلم دائما أبدا محمد سيد الكونين والثقلين والفارقين من عرب ومن عجم وركة مولاي ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ പരമ്പര അഹ്ലുബൈത്ത് കുടുംബത്തിലെ തങ്ങൾ കുടുംബത്തിലെ സയ്യിദ് കുടുംബത്തിലെ മഹാനരായ കണ്ണി നമ്മുടെയൊക്കെ ആത്മീയ നേതൃത്വം ഈ മഹത്തായ പരിപാടിയിൽ നമുക്കൊക്കെ അർത്ഥഗർഭമായ ആത്മീയ ഉപദേശം നൽകി ഭക്തി നിർഭരമായ നില കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഈ മഹൽ സംഗമത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ച നമ്മുടെയൊക്കെ എല്ലാമായ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനരായ സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ കുന്നുകൈ പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ നാടിന്റെ ആദരണീയരായ ഖത്തീബ് ബഹുമാനപ്പെട്ട ഉസ്താദ് അഷ്റഫ് ജൗഹരി നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ പ്രാസ്താവിക ഭാഷണം നടത്തിയ ആമുഖ ഭാഷണം നടത്തിയ ഉറുമി കാസർഗോഡ് പള്ളിയുടെ ആദരണീയരായ ഖത്തീബ് ബഹുമാനപ്പെട്ട അഭിമന്യ സുഹൃത്ത് ഉസ്താദ് ഇബ്രാഹിം ഖലീൽ ഫൈസി, അതുപോലെ തന്നെ ഈ വേദിയിലെ തന്നെ സാന്നിധ്യം ബഹുമാനപ്പെട്ട ഉസ്താദ് കലന്തർ ഷാഫി മദനി, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. നിങ്ങ ആമീൻ ചൊല്ലുന്നില്ല, നിങ്ങ സലാം അടക്കുന്നില്ല, നിങ്ങ കാലല്ലാഹു ജല്ലം വന്ന് മുണ്ടിറ്റ കാല റസൂലുള്ള പറയുമ്പോൾ സലാത്ത് ചൊല്ലുന്നില്ല. അങ്ങനല്ല, നിങ്ങൊരു ചപ്പ പോലെ നല്ല ജിഗറില്, നല്ല ഒരു ആക്റ്റീവില്, നല്ല ഇളവളവിക്കലിരിക്കണം.
നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലാണ്, ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസിലാണ്. നിങ്ങളെ ദുആ അല്ലാഹു സ്വീകരിക്കണമെന്ന് കരുതിയിട്ട് മാത്രം നിങ്ങളോടൊപ്പം ആമീൻ ചെല്ലാൻ നിങ്ങളെ ഇടതും വലുതുമെല്ലാം മലായിക്കത്തീങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു മജ്ലിസിലാണ്. അപ്പൊ നല്ല റാഹത്തില്, നല്ല അച്ചടക്കത്തില്, നല്ല ആക്റ്റീവായിരുന്നിട്ട് നല്ല ഉഷാറിലെ ഹബീബ് റസൂലുള്ളാഹി മുത്തു ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരൊക്കെ കേൾക്കുമ്പോൾ എല്ലാം മറന്ന് മദീനയെ ഓർമ്മിച്ച് സലാത്ത് ചെല്ലണം. ദുആരക്കുമ്പോൾ നല്ല ആത്മാർത്ഥമായി ആമീൻ പറയണം. എല്ലാത്തിനേക്കാളുപരി നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ച് ഈ മഹല്ലത്തിനെ എല്ലാം കൊണ്ടും ഹയാത്താക്കിയ, ഒരു ചലനമുണ്ടാക്കിയ നമ്മുടെ നല്ലവരായ ബാല്യക്കാർ, നമ്മുടെ നാടിന്റെ വലിയ പ്രതീക്ഷയും വലിയ ഭരവസയുമായിട്ടുള്ള നമ്മുടെ യുവാക്കൾ, സുൽത്താൻ എൻഗമെന്റ്സിന്റെ നല്ലവരായ പ്രവർത്തകന്മാർ, അവർക്കൊക്കെ നിങ്ങൾ ദ്വാരന്നിട്ടും സഹായിച്ചിട്ടും സഹകരിച്ചിട്ടും നല്ല സപ്പോർട്ടും ചെയ്യണം. അല്ലാഹു തആല അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആമുഖം നീട്ടുന്നില്ല. നമ്മുടെ മഹത്തായ പള്ളിയിൽ നടത്തിക്കൊണ്ടുവരുന്ന മഹത്തായ അജ്മീർ മൗലിദിന്റെ ആണ്ടിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു ആത്മീയ മജ്ലിസിലാണ്, ഒരു മതപ്രഭാഷണ വേദിയിലാണ്, സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. അള്ളാഹു ഇതിനേക്കാളേറെ ഭംഗിയായി നാളെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. മഹാനരായ അജ്മീർ ഹാജ തങ്ങളുടെ മദതും ബർക്കത്തും മഅയ്യത്തും സുഹബത്തും എല്ലാം അള്ളാഹു നമുക്ക് രണ്ടു ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആ മഹാനരെ നല്ലോണം പിരിശം വെക്കുന്ന നമുക്ക്, ആ മഹാനരെ കൽബിന്റെ അങ്ങേത്തട്ടിൽ സ്നേഹിക്കുന്ന നമുക്ക്, ആ മഹാനരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുവർകൾ, അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഉപദേശം അത് ധാരാളമാണ്. ചിന്തിക്കുന്നവർക്ക് വലിയ പാഠമുണ്ട്. ഹൃദയത്തിന്റെ അകത്ത് ഇത്തിരി കടുകുമണി അണുമണി ഈമാനുള്ളവർക്ക് വലിയ ഉപദേശമാണ്. ഗഹനപ്പെട്ട വാക്കുകളാണ് പറഞ്ഞത്. അതും നല്ലവരുടെ ബായിൽ നിന്ന്. അഹ്ലുബൈത്ത് എന്ന് പറയുമ്പോൾ അവർ വലിയവരാണ്. അവർ ഈ ഉമ്മത്തിന്റെ വലിയ അഭിമാനമാണ്. ഈ ഉമ്മത്തിന്റെ വലിയ നെടുന്തൂണാണ്. ഈ ഉമ്മത്തിന്റെ വലിയ ധൈര്യമാണ്. ഈ ഉമ്മത്തിന്റെ പ്രൊട്ടക്ഷനാണ്. അല്ലാഹു തആല പരിശുദ്ധ പരമ്പരയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉള്ളും പുറവും നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പറഞ്ഞ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്, മഹാന്മാരാണ്, മഹോന്നതരായ പ്രവാചകന്മാർ. ആദ്യ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആദം നബി അലൈഹിസ്സലാം തൊട്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിലായി ഹബീബായ നബിതങ്ങൾ വരെ 1.25 ലക്ഷത്തോളം നബിമാർ ലോകത്ത് വന്നു പോയിട്ടുണ്ട്. എല്ലാ നബിമാരും ലോകത്ത് വന്നിട്ട് പറഞ്ഞ കാര്യം ഒറ്റ ഒന്നാണ്. ആത്യന്തികമായി അടിസ്ഥാനപരമായി എല്ലാ നബിമാരും പറഞ്ഞ ഒരു വാക്ക്. സദസ്സിലിരിക്കാതെ അപ്പുറം പോയിട്ട് വയല് കേൾക്കണോ, ദുആക്ക് ആമീൻ ചൊല്ലണോ ആഗ്രഹിച്ചിട്ട് പുറത്തുള്ളവർ വന്നിട്ട് മജ്ലിസിലിരിക്കണം. 200 മജ്ലിസിൽ 200 ഗടി എണിച്ചുകൊണ്ടും പോയിക്കൊണ്ടും വന്നുകൊണ്ട് ഇരിക്കണ്ട. കാരണം ഇത് ഫെഡ്ലൈറ്റ് മാച്ച് ഗാലറി അല്ല. ഇതിനൊരു അദബ് നല്ലോണം ഫോളോ ചെയ്യണം. അദബ് എന്നത് വലിയ കാര്യമാണ്. കാതൽ അദബു അയ്യക്കൂന തുലുസി ദീനി, മഹാന്മാർ പറഞ്ഞത് കാണാം. കുറച്ചാൾക്കാർ സംഘാടകർ അത്യാവശ്യമുള്ളവർ മാത്രം അവിടെ നിന്നാൽ മതി. ഷീറിനെ ഇരടിയാക്കുന്നിടത്ത്, കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നിടത്ത് അവർക്ക് പോകണം, അതൊക്കെ ചെയ്യണം. എല്ലാവരും വന്നിട്ട് വേലക്കാരുന്ന സംഗതി അടക്കാല. പക്ഷെ എല്ലാവരും പോയിട്ട് ആടെ കുത്തിരുന്നിട്ട് കൂറ്റും കൗചാക്കണമെന്നില്ല. ഇരിക്കുക, എല്ലാവരും ഇരിക്കുക, മജ്ലിസിൽ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ സംഗമം കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്, നമുക്ക് വേണ്ടി ദുആക്ക് നേതൃത്വം നൽകിയ മഹാനരായ തങ്ങളുവർകൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ തണലും ആ നേതൃത്വവും ആ ഉപദേശവും ആ പ്രാർത്ഥനക്കുള്ള നേതൃത്വവും അല്ലാഹു ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നൽകട്ടെ. ഇരിക്കെ, എല്ലാവരും ഇരിക്കെ, ഇരുന്നോളൂ. സംഘാടകർ ഒന്ന് നമ്മളെ മജ്ലിസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കിടാക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. കിടാക്കൾ ഇതാക്കണമെന്നില്ല, അവർ അവരാൾക്ക് വിട്ടെങ്കിലായി. നാട്ടുകാർ വളരെ പാവങ്ങളാണ്, സാധുക്കളാണ്. അപ്പോൾ കൂടുതൽ വിഷയം ഒന്നും പറയുന്ന കാണുന്നില്ല. സംഘാടകരാണെങ്കിലും അങ്ങനെ കൂടുതലായിട്ട് നമ്മളായിട്ട് വലിയൊരു ബന്ധവും കാര്യവും വിഷയമൊന്നും ഇല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ നാടിനെ ഈമാൻ കൊണ്ട് നിറക്കട്ടെ.
നമ്മുടെ നാടിന്റെ ഇസ്സത്ത് അല്ലാഹു കാക്കട്ടെ. ഏതായാലും അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിനു വേണ്ടി, പ്രചരണത്തിനു വേണ്ടി ലോകത്ത് വന്ന് എല്ലാ നബിമാരും പറഞ്ഞ ഒരേ ഒരു വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ, ഇബാദത്തിനർഹൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള വാക്കാണ് ലോകത്ത് വന്ന എല്ലാ നബിമാരും പറഞ്ഞിട്ടുള്ളത്. ആദം നബി അലൈഹി സ്വലാം തൊട്ട് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എല്ലാവരും വന്ന് പറഞ്ഞത് അതാണ്. പക്ഷേ 1500 ആണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പക്ഷെ ഇന്നും ദീനിന്റെ പ്രബോധനങ്ങളും പ്രചരണങ്ങളൊക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കലിമത്ത്, ആ തൗഹീദിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക്, ആ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണം, പ്രബോധനം, അതും ഇന്നിന്റെ അതിന്റെ മട്ടം പോലെ നടക്കുന്നുണ്ട്. ദീനുൽ ഇസ്ലാം ഇത്ര കണ്ട് വ്യാപകമായി, ഇത്ര കണ്ട് വിസ്താരമായി പ്രചരിപ്പിക്കപ്പെട്ടതിന്റെ പിന്നിൽ ലോകത്തുള്ള ജനങ്ങൾ അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിച്ചതിന്റെ പിന്നിൽ, ഏകദൈവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പിന്നിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരാണ്, സാന്നിധ്യം അറിയിച്ചവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഔലിയാക്കന്മാരുടെ എണ്ണത്തിനും വണ്ണത്തിനും കണക്കില്ല. അമ്പിയാക്കളുടെ എണ്ണങ്ങൾക്കും കണക്കുണ്ട്. ലോകത്ത് എത്ര നബിമാർ വന്നു എന്ന് കൃത്യമായി പറയാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട നബിമാരുടെ അഡ്രസ് പറയാൻ കഴിയും. ഹദീസുകളിൽ വന്ന പ്രവാചകന്മാരുടെ ചരിത്രം പറയാൻ കഴിയും. അവരുടെ എണ്ണത്തിനൊരു കണക്കുണ്ട്. എന്നാൽ ഔലിയാക്കന്മാരുടെ എണ്ണങ്ങൾക്ക് കണക്കില്ല. ആദം നബി അലൈഹി സ്വലാം തൊട്ട് ലോകാവസാനം വരെ അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ട്. ഇന്നു ഹയാത്തിലുള്ളവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്, ഇനി ലോകത്ത് വരാനുള്ളവരുമുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഔലിയാക്കന്മാരുടെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ട്. ബീബി മറിയം റളിയല്ലാഹു അൻഹാ, ബീബി ആസിയ റളിയല്ലാഹു അൻഹാ, അതുപോലെ തന്നെ സഹാബുൽ കഹ്ഫ്, അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാർ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളായിരുന്നു. ആ ഔലിയാക്കളുടെ ഒക്കെ ചരിത്രം വിസ്താരമായി അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. ആ ഔലിയാക്കളൊക്കെ ലോകത്ത് വളരെയധികം നിഷ്കളങ്കമായ, സ്തുത്യർഹമായ, അമൂല്യമായ ജീവിതം കാഴ്ചവെച്ചവരാണ്. എല്ലാം കൊണ്ടും ഈമാനിൽ തികഞ്ഞവരാണ് ഔലിയാക്കൾ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരാണല്ലോ അല്ലദീനാമനൂ വകാനൂ യത്തഖൂൻ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ കരകളഞ്ഞ ഈമാനിന്റെ അഹലുകാരാണ്. അവർ ഈമാനിന്റെ നിറകുടങ്ങളാണ്. അല്ലദീനാമനൂ വകാനൂ യത്തഖൂൻ. അവർ സൂക്ഷ്മതയോടെ ലോകത്ത് ജീവിച്ചവരാണ്, തഖ്വയോടെ ജീവിച്ചവരാണ്. എന്ത് എണിച്ചുകൊണ്ടും പോയിക്കൊണ്ടും വന്നോണ്ടിരിക്കുന്നു. വളരെയധികം സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിച്ച മഹാന്മാർ, ഒരു കറാത്ത് പോലും ചെയ്യാതെ കണ്ട് ലോകത്ത് ജീവിച്ചു പോയ മഹാന്മാർ, ഒരു സുന്നത്ത് പോലും ഉപേക്ഷിക്കാതെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുപോയ മഹാന്മാർ, അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ആ ഔലിയാക്കൾ ലോകത്തിന്റെ മുക്കുമൂലകളിൽ ധാരാളമുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ല, കഴിഞ്ഞു പോയ കാലത്ത് വന്നുപോയവരുണ്ട്. ഇന്നും ലോകത്ത് ഒരുപാട് ഔലിയാക്കന്മാർ, മഹാന്മാർ, ആരിഫീങ്ങൾ ഹയാത്തിലുണ്ട്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ഇനി ലോകത്ത് ഒരുപാട് ഔലിയാക്കന്മാർ വരാനുമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ലോകം കണ്ട ഔലിയാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരും പ്രസിദ്ധപ്പെട്ടവരുമാണ് മഹാനരായ അജ്മീർ ഖാജ. അജ്മീർ ഖാജ ജനനം കൊണ്ട് ഇന്ത്യക്കാരനല്ല, കർമ്മം കൊണ്ടും മരണം കൊണ്ടും ഇന്ത്യക്കാരനാണെങ്കിലും ജനിച്ചത് അങ്ങ് ഇറാനിലാണ്, അങ്ങകലെ ഇറാനിലാണ്, ഇറാനിലെ സഞ്ചരില. അവിടെ ജനിച്ച മഹാനർ പിന്നീട് ഒരുപാട് കാലം അള്ളാഹുവിന്റെ ദീനിന്റെ ഈ ചിന്തയിലായി, അള്ളാഹുവിന്റെ ചിന്തയിലായി, അള്ളാഹുവിന്റെ ദിക്റിലായി, അവന്റെ ദീനിന്റെ ഇൽമിലായി അങ്ങനെ കഴിയുന്നതിന്റെ ഇടയിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനരായ ഖാജ തങ്ങൾക്ക് സ്വപ്നം കാണിക്കുന്നത്, നീ നേരെ ചെല്ലണം ഇന്ത്യയിലേക്ക്, ഇന്ത്യ മഹാരാജ്യത്തേക്ക്. നീ അവിടേക്കുള്ള ഖലീഫയാണ്, അവിടേക്കുള്ള എന്റെ ദൂതനാണ്. ആ ഇന്ത്യയിലേക്ക് മതപ്രബോധനം നടത്താനുള്ള ഖലീഫയാണ്. അതുകൊണ്ട് നീ ഇന്ത്യയിലേക്ക് പോകണമെന്ന് സ്വപ്നം കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു വന്ന മഹാനരാണ് അജ്മീർ ഖാജ. ഇറാനിലൂടെ സഞ്ചരിച്ച, പിന്നീട് അഫ്ഗാനിലൂടെ, കാബൂളിലൂടെ,
പിന്നീട് ഈ സിന്ധു വഴി ഡൽഹിയിലേക്ക് കടന്നു വന്നു. പിന്നെ ഡൽഹിയിൽ നിന്ന് അജ്മീറിലേക്ക്, പിന്നെ അജ്മീരിലായിരുന്നു എല്ലാം ദീനീ പ്രബോധനത്തിന്റെ നേതൃത്വവും ദീനീ പ്രബോധനവും അതിനുള്ള നേതൃത്വവും അതുപോലെ തന്നെ വിശുദ്ധമായ ജീവിതത്തിന്റെ അവസാനവും മരണവും എല്ലാം അജ്മീരിലായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സ്വപ്നം പ്രകാരം ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു വന്നിട്ട് ഡൽഹിയിൽ നിന്ന് അജ്മീറിലേക്ക് വരുമ്പോ എല്ലാം കൊണ്ട് മഹാനരെ സ്വീകരിച്ച 40 മുരീദന്മാരുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. 40 ആൾക്കാർ അജ്മീറിലേക്ക് വന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അജ്മീറിൽ അന്ന് മുസ്ലിമീങ്ങളില്ല, ഏകദൈവ വിശ്വാസികളില്ല. അന്ന് ലോകത്ത് പിന്നെ ഇന്ത്യ മഹാരാജ്യത്ത് വേറെ എവിടെയുമില്ല. ഈ അജ്മീറിന്റെ ഭാഗത്തേക്ക് ഹാജാതങ്ങൾ എത്തിയ നേരം അവിടെ വേറെ ഈ വിശ്വാസം ഉൾക്കൊണ്ടവരായിട്ട് ആരെയും കണ്ടില്ല. കൂടെയുള്ളത് 40-ലേറെ മുസ്ലിമീങ്ങൾ മാത്രമാണ്. അവർ എല്ലാം കൊണ്ട് ഖാജാന്റെ ഖാദിമീങ്ങളാണ്, മുഹിബ്ബീങ്ങളാണ്, മുരീദീങ്ങളാണ്. അവരുമായിട്ട് അജ്മീറിലേക്ക് എത്തുന്നു. അങ്ങനെ ഇരിക്കെ ഒരു പറമ്പിലെത്തിയപ്പോ, ഒരു വിശാലമായ മൈതാനിയിലെത്തിയപ്പോ ഒരു വലിയ മരമുണ്ട്. ആ മരത്തിന്റെ തണലില് വിശ്രമിക്കാൻ വേണ്ടി രാത്രി അവർ ഒരുങ്ങുകയാണ്. അവിടെ ഉറങ്ങാൻ വേണ്ടിയിട്ട്, കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, അങ്ങ് ഇരുട്ട് നേരത്ത് പിന്നിൽ നിന്നിട്ടതാ ഒരാള് കുതിരയോ ഒട്ടകമോ പിടിച്ചുകൊണ്ട് വരികയാണ്. കുതിരയെ അല്ലെങ്കിൽ ഒട്ടകത്ത് അതിന്റെ കടിഞ്ഞാണ് പിടിച്ച് കയറും പിടിച്ചിട്ട് അങ്ങനെ വരുന്നു. ഹാജാതങ്ങളും കൂട്ടരും അതാ മരത്തണലിലാണ്. രാത്രിയാണ്, ഇരുട്ടത്താണ്. എല്ലാം കൊണ്ട് വിശ്രമിക്കാനുള്ള ഒരുക്കത്തിലാണ്, തയ്യാറെടുപ്പിലാണ്. അവരവിടെ വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോ ഈ മൃഗവുമായിട്ട് വന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, ആരാണ് നിങ്ങള്? ആരാണ് നിങ്ങള്? എവിടത്തെകാരാ നിങ്ങള്? ഇതുവരെ ഇവിടെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ നേരം അവർ കഥ പറഞ്ഞു. ഞങ്ങൾ ഖാജാന്റെ മുരീദന്മാരാണ്. ഇത് അജ്മീർ ഖാജയാണ്, സുൽത്താനുൽ ഹിന്ദാണ്, ഗരീബ് നവാസാണ്, മുഈനുദ്ദീൻ ചിശ്തി തങ്ങളാണ്. ഞങ്ങളെ ഖാജാ തങ്ങളുടെ ഖാദിമീങ്ങളാണ്. ഞങ്ങൾക്ക് ഒരിത്തിരി നേരം വിശ്രമിക്കണം, ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, പത്രേ പറ്റില്ല. ആരായാലും എവിടത്തുകാരായാലും ഇവിടുന്ന് പോകണോ. ഇത് രാജാവിന്റെ ഒട്ടകത്തെ വാഹനങ്ങളെ കുതിരകളെ കെട്ടുന്ന സ്ഥലമാണ്, രാജാവിന്റെ മൃഗങ്ങളെ കെട്ടിയിടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ നേരത്ത് ഖാജാ തങ്ങൾ അയാളോട് പറഞ്ഞു, ഞങ്ങൾ കുറെ ഇവിടെ താമസിക്കുന്നില്ല, ദിവസങ്ങളോളം ഞങ്ങൾ ഇവിടെ ടെന്റ് കെട്ട് പാർക്കുന്നില്ല. നേരം വെളുക്കാൻ തുടങ്ങിയാൽ, നേരം വെളി പൊട്ടാൻ തുടങ്ങിയാൽ, നാളത്തെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കോളാം. ഞങ്ങളെ രാത്രി വളരെ ക്ഷീണിതരാണ്, അവശരാണ്. അതുകൊണ്ട് ഒരിത്തിരി നേരം ഞങ്ങൾ ഇവിടെ വിശ്രമിക്കട്ടെ, ഉറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോ അയാള് സമ്മതിച്ചില്ല. അയാള് രജപുത്ര രാജാക്കന്മാരുടെ പിന്നെ ആളായിരുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ ആളല്ല, ഈ വിശ്വാസം ഉൾക്കൊണ്ട മനുഷ്യനല്ല. സുബ്ഹാനല്ലാഹ്, ഖാജാ തങ്ങളോട് വളരെയധികം കടുക്കല പറഞ്ഞു, അയാള് പോകണം ഇവിടുന്ന്, നിങ്ങളും നിങ്ങളെ കൂട്ടരും പോണം ഇവിടുന്ന്. ഇവിടെ രാജാവിന്റെ മൃഗങ്ങൾ കെട്ടുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. രാജാവിന്റെ മൃഗങ്ങൾ കിടക്കുന്ന സ്ഥലമാ. അപ്പൊ ഖാജാ തങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ രാജാവിന്റെ വാഹനങ്ങളാക്കുന്ന മൃഗങ്ങൾ, കുതിരകളോ ഒട്ടകങ്ങളോ ഉറങ്ങുന്ന സ്ഥലമാണെങ്കിൽ എന്നത് ഉറങ്ങട്ടെ, ഞങ്ങൾ പോക്കോളാം എന്ന് പറഞ്ഞ് തങ്ങൾ പോയി, കൂട്ടരും പോയി. അവരങ്ങനെ പോയിട്ട് പിന്നെ തമ്പടിച്ചത് അനാസാഗർ നദിയുടെ തീരത്ത്, അനാസാഗർ കുളത്തിന്റെ തീരത്ത്. അനാസാഗർ എന്നത് അജ്മീറിന്റെ മണ്ണില് നീണ്ടു നിവർന്നു നിൽക്കുന്ന വിശാലമായ കുളമാണ്, വറ്റാത്ത വെള്ളം കിടക്കുന്ന കുളമാണ്. നിങ്ങളിൽ പലരും അജ്മീർ പോയിട്ടുണ്ടാകുമല്ലോ. പോയിട്ടില്ലെങ്കിൽ പോണോ? ആരും മൈസൂറും ഊട്ടിയും കൊടൈക്കനാലും പോയിട്ട് ചുറ്റിട്ട് വരുന്നല്ല, അവിടെ ചാർജിട്ട്. ഇത് ആണ്ടുമ്പോൾ ലീവ് കിട്ടും. എനിക്ക് ലീവായി. ഇനിയിപ്പോ റമദാനിന്റെ കഴിഞ്ഞിട്ട് ലീവ് ഉണ്ടാവും മിക്കവാറും സ്കൂളിന്റെ. വേനലവധി നിങ്ങെന്താ പറയാ? ഇടില്ല, വേനലവധി ഇടില്ല 2 മാസം. വേനലവധി ബേസിക് റജ അല്ലേ? അതന്നെ. ഇതെല്ലാം ഞാൻ ചെല്ലേണ്ടി വരും തോന്നുന്നു 2 മണിക്കൂർ അല്ലേ? കന്നഡവും മലയാളവും. ഇപ്പൊ എന്നെ സ്കെച്ച് ഇട്ടിന് ഏടക്കെല്ലാം പോണോ, എന്തെല്ലാം ആക്കണോ, ഞങ്ങളെല്ലാം ഏടെല്ലാം പോയിട്ട് അടിമേളം അറിയണോ?
എന്നാലും ഏതെങ്കിലും ഒരു മഹാന്റെ മക്ബറയിലേക്ക് സിയാറത്തിന് പോകണമെന്നോ ആ ലിസ്റ്റിൽ ഉണ്ടാവേ. എന്തേ? അതന്നെയാണ് നമ്മളെ ചളി വിരിയാത്തത്. ഞമ്മ ആണ്ടുമ്പോൾ ഈ ഉപ്പിലിട്ട് മുന്തിരിങ്ങ പോലെ ഇങ്ങനെ ചുരുളിട്ട് തന്നെ ബാക്കി അതിനെന്തറിഞ്ഞ ഞമ്മ നല്ല ജാക്ക് പോയിട്ടേ ഇല്ല. അള്ളാനെ കാണാൻ അള്ളാഹുവിന്റെ റസൂലിനെ അള്ള വിളിച്ചപ്പോ പോലും അള്ളാഹു താല ആദ്യം നബി തങ്ങളെ കൊണ്ടുപോയത് മഹാന്മാരുടെ മക്ബറകളിലേക്കാണ്. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സായുടെ ചുറ്റുഭാഗത്തുള്ള പരിപാവനമായ മഹാന്മാരുടെ മഹാന്മാരായ പ്രവാചകന്മാരുടെ മക്ബറകളിലേക്ക് കൊണ്ടുപോയി അവരെയെല്ലാം കാണിച്ചിട്ടാണ് അല്ലാഹു തആല മുകളിലോട്ട് ഉയർത്തിയത്. ഹബീബായ നബി തങ്ങളെ അല്ലാഹു തആല മിഅ്റാജിലേക്ക് ഉയർത്തിയത്, അല്ലാഹുവിന്റെ പരമസന്നിധിയിലേക്ക് എത്തിച്ചത്. മക്കയിൽ ഉണ്ടായിരുന്ന റസൂലുള്ളാഹിനെ അവിടെ തന്നെ പൊക്കാമായിരുന്നില്ലേ? റസൂൽ ആയിരുന്നു മിഅ്റാജ് പോയിനെ? മദീന മക്കത്തെ പള്ളിയുടെ പരിസരത്ത്, ഹറമിന്റെ പരിസരത്ത്, പരിശുദ്ധമായ കഅബയുടെ ചാരത്ത് റസൂലുള്ളാഹി വറക്കിലായിരുന്നു. അവിടെ നിന്നാണ് ജിബ്രീൽ ബുറാഖ് എന്ന വാഹനവുമായി വന്നിട്ട് നബി തങ്ങളെ കൊണ്ടുപോകുന്ന നബിയെ അല്ലാഹു വിളിക്കുന്നുണ്ട്, നിങ്ങളെ അല്ലാഹനെ കാണാൻ വേണ്ടി അല്ലാഹ് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നബിയെ പോകാം നബിയെ എന്ന് പറഞ്ഞിട്ട് മുസ്തഫ നബി തങ്ങളെ കൊണ്ടുപോവുകയാണ്. സറൈത മിൻ ഹറാമിന ലൈലൻ ഇലാ ഹറാമി കമാ സറൽ ബദറു ഫീ ദാജിമിൻ അല്ലുലമി ചൊല്ല മൗലായ. ഇതെന്ത് കൂറ്റില്ലാതെ നിങ്ങൾ നാലാളെ കൂറ്റിയേക്കുന്നത്? നിങ്ങളെ വെച്ചില്ല നല്ല നിങ്ങൾ വെയ്ക്കാത്ത പോലെ. ഞാൻ ഏതായാലും വെച്ചിട്ടേ ഒരു ബസ് വെച്ചിന് ടൈം കിട്ടിയിട്ട്. ഏത് പാട്ട് അല്ലാഹു വെയിച്ചൽ വർക്കത്താക്കട്ടെ. തീരെ വെച്ചിട്ടില്ല എന്നല്ല, നാളെ ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഇയാളെ ഞങ്ങളല്ല പറക്കൊണ്ടേനും പിന്നെ ഇയാൾ വെയിച്ചിട്ടില്ല എന്നത് അതിനെന്നെ ക്ലിപ്പൊക്കെ കാക്കുന്നുണ്ട്. അതല്ലേ ലാഭത്തിൽ. വെയിച്ചിട്ടാന്നല്ല വെയിച്ചിന്, എന്നാലും മട്ടം പോലെ ആയിട്ട് ടൈം കിട്ടിയിട്ട് അതാണ്. വിട് അവിടെ നാളെ ഏതായാലും ക്ലിപ്പ് വരും കേട്ടാ. ഇയാൾ തിന്നാൻ എന്നെ പോകുന്ന വയൽ എനിക്കല്ലോ നാളെ ഇതോ അങ്ങനെ ഇടും നാളെ ഇതിന്റെ മേലെ. ചില മനുഷ്യന്മാർ ക്ലിപ്പാക്കിയിട്ട് തന്നെ വള്ളം തുറക്കുന്നവരുണ്ട്. അവർക്ക് ആയത്തും ഹദീസൊന്നും വേണ്ട, അവർക്ക് അജ്മീർ ഖാജ തങ്ങളുടെ ചരിത്രം വേണ്ട, അവർക്ക് ഈ പറഞ്ഞ ഉപദേശം വേണ്ട. അവർക്ക് മഹാന്മാരെ, ഔലിയാ, പിന്നെ ആലിമീങ്ങളെ, ഉസ്താദുമാരെ, തങ്ങന്മാരെ, ഈ ദീനുൽ ഇസ്ലാമിലൊക്കെ ട്രോളുന്ന, പരിഹസിക്കുന്ന, തമാശാക്കുന്ന എല്ലാം പണി. അപ്പൊ അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ടിരിക്കട്ടെ, അത് അവന്റെ തൊഴിൽ, അത് അവൻ അല്ല കൊടുത്തൊരു ഭാഗ്യ ജബദ്ദാക്കല്ലേ. ഇരിക്കട്ടെ വീട്. എന്തായി നിങ്ങൾ എന്നെ നോക്കണം കേട്ടാ, എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇടക്കിടക്ക് മുണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കുറച്ച് സമയമല്ലേ ആയി, ടൈമായി, മണിപത്തരായി, എന്തായാലും ഒരു 11:30 തീർക്കണമെന്ന് ഉപാട്ടേജലിന് എന്നോട്. ഉസ്താദുമാരല്ല, ഉസ്താദുമാർ ഇത്ര നേരം എൻ്റെ മുണ്ടിയിട്ടില്ല വന്നിട്ട്. സംഘാടകർ ജലി 11:30 തീർക്കണം. അപ്പൊ ഏതായാലും 1 മണിക്കൂറേ ഉള്ള, നല്ലോണം കേട്ടോളി. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ, അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. പറഞ്ഞു വന്നത് അജ്മീർ ഖാജ നേരെയതാ അനാസാഗർ കുളത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. രാത്രി തന്റെ കൂടെയുള്ള ആൾക്കാരെയും കൂട്ടിയിട്ട്, വിശ്വാസികളെയും കൂട്ടിയിട്ട് രാത്രി അങ്ങ് ചെല്ലുന്നു. അവിടെ തമ്പടിക്കുന്നു. രാവിലെ ഇവിടെ മൃഗത്തെ കെട്ടിയിട്ടവന്, ആ രാജാവിന്റെ വാഹനങ്ങളാകുന്ന മൃഗങ്ങളെ, കുതിരകളെ, വട്ടങ്ങളെ എല്ലാം ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ നിന്നാണല്ലോ ഖാജാതങ്ങളെ പോകാൻ വേണ്ടി പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, രാവിലെ ആയ നേരത്ത് ആ മൃഗങ്ങളെ കെട്ടിയിട്ട അതിന്റെ പണിക്കാരന്, ആ മൃഗങ്ങളെ തെളിയിച്ചു കൊണ്ടുപോകുന്നതിന്റെ പണിക്കാരന്, രാവിലെ ആ മൃഗങ്ങളെ, വട്ടകങ്ങളെ, കുതിരകളെ കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഒറ്റ ഒരു മൃഗങ്ങളും കിടന്നെടുത്തുനിന്ന് എണീക്കുന്നില്ല, ഒന്നും നിൽക്കുന്ന കാണുന്നില്ല, ഒരു മൃഗത്തിന്റെയും വറക്ക് പിരിഞ്ഞിട്ടില്ല. കഴിവതും നോക്കി എണീപ്പിക്കാൻ നല്ലോണം അധ്വാനിച്ചു അയാൾ ആ മൃഗങ്ങളെ എണീപ്പിക്കാൻ, കിടന്നെടുത്തുന്നു ഒന്ന് ആട്ടി തെളിയിക്കാൻ ആവുന്നതും അവൻ പണിയെടുത്തു. 18 മുമ്പായിട്ട്, പക്ഷെ ഒറ്റ മൃഗങ്ങളും കിടന്നെടുത്ത് എണീക്കുന്നില്ല. എന്ത് കഥ? ഇന്നലെ രാത്രി ഖാജാതങ്ങളോട് ഇവൻ പറഞ്ഞല്ല, 1 മിനിറ്റ് പോലും നിൽക്കണ്ട, ഇത് മൃഗങ്ങളെ കെട്ടിയിടുന്ന സ്ഥലമാണ്, ഉറങ്ങുന്ന സ്ഥലമാണ്, കിടക്കുന്ന സ്ഥലമാണെന്ന്. അപ്പൊ ഖാജാതങ്ങളെ ബായിന്ന് വന്നൊരു വാക്കുണ്ട്, എന്നാ നിന്റെ മൃഗം കിടക്കട്ടെ, ഞങ്ങൾ പോയിക്കോളാമെന്ന്. ആ പറഞ്ഞ വാക്കാണിത്. മൃഗങ്ങളെ കിടന്ന കിടപ്പിലാണ്, എണീക്കുന്നില്ല. ചില മഹാന്മാരുടെ ബായിന്ന്, അവരെ ബായിന്ന് വല്ലതും കേൾപ്പിക്കുമ്പോ നല്ലോണം ജാഗ്രത വേണം.
അതിന്റെ എഫക്ട് വലിയ അപകടമാണ്, അതിന്റെ ദുഷ്പരിണാമം വലിയ ഡേഞ്ചറാണ്. ചില മഹാന്മാരുണ്ട്, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഓതിയ ഹദീസ് നല്ല പോലെ കേൾക്കണം, സ്വഹീഹായ ഹദീസാണ്. ഹബീബ ഇമാം ബുഖാരി തങ്ങളും മറ്റു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, റുബ്ബാ ശഅസ മദ്ഫൂഇൻ ബിൽ അബ്വാബ് ലൗ ഖസമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന്റെ ലോകത്ത് അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അവരെങ്ങാനും വല്ലതും അവരെ വായിൽ പറഞ്ഞു പോയാൽ അത് അങ്ങനെ തന്നെ നടക്കും കേട്ടോ, സംഭവിക്കും കേട്ടോ, അതിന് അടതടയില്ല. അത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്, ഞങ്ങൾക്ക് അവരെ തിരിഞ്ഞോളണമെന്നില്ല. ഞങ്ങൾക്കാണ് ഔലിയാക്കളെ തിരിയും, ഞങ്ങൾക്ക് ഔലിയാക്കളെ തിരിയില്ല. ഔലിയാക്കളെ തിരിയണമെങ്കിൽ ആദ്യം ഞങ്ങൾ ഔലിയാവണം. ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ. മഹാന്മാർ പറഞ്ഞത് കാണാലോ, ഔലിയാക്കളെ അറിയണമെങ്കിൽ ഔലിയാക്കന്മാർക്ക് മാത്രമേ കഴിയൂ, അല്ലാത്ത നാടന്മാർക്കോ മറ്റുള്ളവർക്കോ ഔലിയാക്കൾ ആരെന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഔലിയാക്കൾക്ക് ഞങ്ങൾ മാർക്കിടാൻ കഴിയാ, അവർ പറഞ്ഞ വാക്കിനെ ഞങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ മഹാന്മാരാണ്. ഖാജാതങ്ങളും കൂട്ടരും അതാണ് സാഗരതാപ്പിന് തളാബിന്റെ അടുത്ത് കുളത്തിന്റെ അടുത്ത് ാണ്. ആ വലിയ കുളം, വിശാലമായ കുളം, നിറയെ വെള്ളമുള്ള കുളം. സുബ്ഹാനല്ലാഹ്. അവിടെ എത്തിയിട്ട് അവിടെ അതാ ക്ഷീണം മാറ്റുന്നു ദിവസങ്ങളോളം. അങ്ങനെ ഇരിക്കെ രാജാവിന് അന്നത്തെ രാജാവാണ് പൃഥ്വിരാജ്, രജപുത്ര പിന്നെ ചക്രവർത്തിമാരിൽപ്പെട്ടവന്. വിശ്വാസിയല്ല, അവിശ്വാസിയാണെന്ന് മാത്രമല്ല, ഈ വിശ്വാസത്തോട് വലിയ ശത്രുതയുള്ളയാള്, മാട്ടമന്ത്രങ്ങളൊക്കെ നല്ലോണം ഉപയോഗപ്പെടുത്തുന്നയാള്, സിഹറുകളും മാരണങ്ങളും വേണ്ടതുപോലെ പഠിച്ചിട്ട് അതൊക്കെയും മറ്റുള്ളവർക്കെതിരെ ഉപയോഗിച്ചിട്ട് തന്റെ അധികാരം ഗട്ടിയാക്കിയാള്, തനിക്കെതിരെ വരുന്ന എല്ലാവരെയും മാട്ടമന്ത്രങ്ങളും പട്ടാളക്കാരെയും ഉപയോഗിച്ചിട്ട് നശിപ്പിച്ചു കളയുന്നയാള്. അവനത് അജ്മീർ ഖാജയോടും കൂട്ടരോടും പറഞ്ഞു, അവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരുങ്ങിയിട്ട് അവനും അവന്റെ പട്ടാളവും അതാ രാത്രി ഇറങ്ങുകയാണ് ഖാജ തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്. ഖാജ തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടവനോ അവന്റെ ആളും അവന്റെ പട്ടാളും. അത് ഖാജ തങ്ങൾക്ക് വിവരം കിട്ടി. അങ്ങനെ ഖാജ തങ്ങള് മുരീദന്മാരോട് പറഞ്ഞു, നിങ്ങൊരു കാര്യം ചെയ്യേ, ഞാനൊരു വട്ടം വരിക്കാം, ഒരു വര വരക്കാം, ഒരു റൗണ്ട്. ആ റൗണ്ടിന്റെ ഉള്ളിൽ നിങ്ങൾ ഇരുന്നോളൂ, അതിന്റെ അപ്പുറം നിങ്ങൾ പുറത്തു വരാൻ പാടില്ല. അവർ അതിന്റെ ഇപ്പുറം വരൂല. പട്ടാളല്ല, ഇനി എന്താണെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇതിന്റെ അപ്പുറം പോകാനും കഴിയാ. ഖാജാ തങ്ങൾ വരച്ച റൗണ്ടിന്റെ ഉള്ളിൽ അവർ അങ്ങനെ ഇരുന്നു. അവർക്ക് അവിടെ കടക്കാൻ കഴിഞ്ഞില്ല. ഖാജാ തങ്ങളെ പഠിക്കണം, പ്രത്യേകിച്ച് ഞങ്ങളെ ബാല്യക്കാര് ഖാജാ തങ്ങളെ പേരും വെച്ചിട്ട് ഒരുമിച്ച് കൂടിയവരാണ്. ഖാജാ തങ്ങളെ പേരിൽ സംഘടിച്ചവരാണ്. ഖാജാ തങ്ങളെ പേരിൽ ഒത്തൊരുമിച്ച് ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്, ദീനിന് ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. ഇതുപോലെയുള്ള നല്ല നല്ല പരിപാടികൾക്ക്, കാര്യക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. നിങ്ങളെപ്പോലത്തെ ബാല്യക്കാർ നാടിന്റെ അഭിമാനമാണ്, ദീനിന്റെ വലിയ പ്രതീക്ഷയാണ്. പറയട്ടെ ബാല്യക്കാര്, പൊന്നു മുസ്ലിം അജ്മീർ ഖാജാനെ നല്ലോണം പഠിക്കണം. കേവലം സിനിമാന്റെ ചരിത്രം മാത്രം പഠിച്ചെങ്കിൽ മതിയാവേല. പൊന്നുപങ്ങളെ പൊന്നുമ്മ ധാരാവായി സീരിയല് മാത്രം കേട്ടിട്ട് കണ്ണെന്ന് വെള്ളം ഉറ്റിച്ചാ പോരാ. അജ്മീർ ഖാജാ തങ്ങളെ നല്ലോണം പഠിക്കണോ. അവിടത്തേക്ക് ഒരു ഫാത്തിഹ എപ്പോഴും ഓതണോ. സൗകര്യം കിട്ടുന്നെങ്കിൽ, വേണ്ടയല്ല സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ ഒന്ന് അജ്മീറിലേക്ക് വണ്ടി കയറണോ, നല്ലൊരു സിയാറത്ത് ചെയ്തിട്ട് വരണോ. അല്ലാഹുവിന്റെ റസൂൽ അയച്ച ദൂതനാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുൽത്താനാണ്. ഇന്ത്യ മഹാരാജൻ ഞങ്ങളെ കണ്ണിന് മുമ്പിൽ ആര് വോട്ടിൽ ജയിച്ചിട്ട് ഭരിച്ചാലും വോട്ടിൽ ജയിക്കുന്നവരാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. അത് ഞങ്ങളെ ബാഹ്യമായ നോട്ടത്തിലാണ്. സത്യം പറയട്ടെ, ആത്മീയമായ ആന്തരികമായി ഈ മഹാരാജ്യത്തിന്റെ അധിപനുമെല്ലാം മഹാനായ ഖാജാ തങ്ങളാണ്, സംശയമില്ല. ഇന്ത്യയുടെ സുൽത്താനാണ്, പാവങ്ങളുടെ എത്താണിയാണ്, ഗരീബ് നവാസാണ്. എത്ര പാവങ്ങളാണ് ആ മഹാനരുടെ,
എത്ര മഹാനരാണ് പിന്നെ പാവങ്ങളാണ് ആ മഹാനരുടെ ചാരത്ത് ജീവിക്കുന്നത്. എത്ര ജനങ്ങള് ജാതിയില്ല, മതമില്ല, വർഗവർണ്ണ ദേശഭാഷ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും അത്താണിയാണ് ഖാജ, എല്ലാവരുടെയും ആശയാണ് ഖാജ, എല്ലാവരുടെയും പ്രതീക്ഷയാണ് ഖാജ, എല്ലാവരുടെയും ഭറവസയാണ് ഖാജ, എല്ലാവരുടെയും ധൈര്യമാണ് ഖാജ. സംശയമില്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഇതുപോലെ ഒരു സേവനം ചെയ്ത ഒരു വലിയ ഇത്ര കണ്ട് വലിയ സ്തുത്യർഹമായ സേവനം ചെയ്ത ഒരു വലിയ ഈ ഉപഭൂഖണ്ഡത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. ചരിത്രമറിയോ നിങ്ങള്? ഖാജ തങ്ങളുടെ കറാമത്ത് ഒരുപാടാണ്. ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ, മതപ്രബോധനം നടത്തുന്നതിന്റെ ഇടയിൽ, മറ്റു മതത്തിന്റെ ആൾക്കാർക്കിടയിൽ ഈ ദീനിന്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഇടയിൽ, തന്റെ കൂടെയുള്ളവരെ തർബിയത്ത് ചെയ്തിട്ട് നന്നാക്കുന്നതിന്റെ ഇടയിൽ മഹാനർ കല്യാണം കഴിച്ചില്ല. ബക്കറ്റ് പോകാനായിട്ടാ പറയാം അല്ലേ? തുടങ്ങി എത്രയല്ലേ അല്ലേ അല്ലേ അതിന്റെ നമ്മളെ കമ്മിറ്റിക്കാർ അല്ലേ? ഒരു 10:30 ഒരു 11:15 പോയാൽ മതി. ഞാൻ ചെല്ലിട്ട് പോയി ഒരു ഗുണമുണ്ടാവും. നിങ്ങൾ എന്നെ നോക്കണോ? നിങ്ങൾ പോയങ്ങവല സൗകര്യം പോലെ കൊണ്ടൊന്നും മോശമൊന്നുമില്ല. നിങ്ങൾക്കില്ലാത്ത വിചാരണക്കുന്നതിന്, ചട്ടിക്കില്ലാത്ത ചൂട് മൂട്ടുന്നതിന്. ഇപ്പന്നെ പോകണ്ടെന്ന് അങ്ങനല്ല, കുറച്ചു നേരം ചെല്ലിയിട്ട് പിന്നെ അതിന്റെ മഹത്വം പറഞ്ഞിട്ടാകുമ്പോ ഇതെല്ലാം ഉണ്ടല്ലേ അല്ലേ? അങ്ങനല്ലേ? നിങ്ങളുടെ തലല്ല ആട്ടി പോയി. നിങ്ങൾ ഇങ്ങനെ ദം മുടിച്ച പോലെ, ഈ ഊതിയ പുക പോലെ. ഞാൻ എന്ത് പറഞ്ഞേ? പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും സഹകരിക്കുക. ഇല്ല വന്നമ്മ, ഇല്ല പോമ്മ, നീ ഈ ബക്കറ്റ് കൊണ്ടിട്ട് അവരെ കയ്യിൽ കൊടുത്തിടാവല്ലേ? അവർ എന്ത് വേണമെങ്കിൽ. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ചൊല്ല്. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങൾ കൊടുത്ത പൈസ, അതിന്റെ പ്രതിഫലം, ആ സദക്കാന്റെ കൂലി ഞങ്ങളെന്ന് മരിച്ചവരുടെ ഖബറിലേക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഞങ്ങൾക്ക് തന്ന സമ്പത്ത് അള്ളാഹു മരുന്നിന് ചെലവാക്കി തീർക്കേണ്ട ഗതികേട് അള്ളാഹു വരുത്താതിരിക്കട്ടെ. മഹാനായ ഖാജ തങ്ങൾ, അജ്മീർ ഖാജ തങ്ങൾ, ഞാൻ ഏടെ പറഞ്ഞു നിർത്തിയ നിങ്ങൾ തന്നെ വാല്യൂ ചെല്ലേണ്ടി. ഇതിൻ്റെ ഇടയിൽ മൊബൈൽ നോക്കുന്നു, വാട്സപ്പ് മെസ്സേജും കിടത്തുന്നു, യൂട്യൂബിലും ഉണ്ട്. അമ്മായിക്ക് ഉഷാറുണ്ടാന്നും കേൾക്കുന്നു, മാമാന്റെ ഷുഗർ പറഞ്ഞിനാന്നും കേൾക്കുന്നു. ഇതെന്ത് കളിന്റെ ഗാലരിയ? നിങ്ങൾക്ക് എന്റെ സ്റ്റൈല് പിടിച്ചോളണമെന്നില്ല. നിങ്ങൾ വരുന്നാണ്ട് വിളിച്ചിട്ടേ പോകണം ചെല്ലിട്ട് ഞാൻ നേർച്ചാക്കിയിട്ടൊന്നും വന്നിട്ട. അങ്ങനത്തെ നീയത്തൊന്നും നമുക്കില്ല. ഇരിക്കുമ്പോൾ നല്ല റാഹത്തിൽ പോകണം. ഇത് ഇൽമിന്റെ മജ്ലിസാണ്, ഇതിനൊരു അദബ് ഇതെല്ലാം ഉണ്ട്. ഞാൻ ഇത് എല്ലായിടത്തും ചെല്ലുന്ന വിഷയമല്ല. നിങ്ങൾ സാധാരണ കേൾക്കുന്നുണ്ടാവും, പലർക്കും അഭിപ്രായം ഉണ്ടാവും, ഇയാളെന്റെ മേ എല്ലായിടത്തും ഈനെന്നെ ചെല്ലേന്ന്. ഇത് പോയിടത്തല്ല ഇങ്ങനെ ആക്കുമ്പോ പിന്നെ ഈനല്ലേ ചെല്ലണ്ടേ? നമുക്ക് ഇന്ന് എല്ലാം ഉണ്ട്. നിസ്കാരമുണ്ട്, വല്ല പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, ബാല്യക്കാരെ പകല് വയല് വേറുണ്ട്, വയസ്സന്മാരെ പകല് വയല് വേറുണ്ട്, പള്ളി കമ്മിറ്റിന്റെ പകല് വയല് വേറുണ്ട്. പക്ഷെ അതബന്ധ് ആർക്കുമില്ല, നമുക്കുമില്ല, മൗലിയാമാർക്കും ഇല്ല. കണ്ടങ്ങ് മുണ്ടണോ, സലാമു ചൊല്ലണോ, പരിചയപ്പെടണോ ഏറ്റവും മൗലിയാമാർക്കും ഇല്ല. ഇന്ന് എല്ലാവർക്കും അല്ല, ചില ആൾക്ക് ഒന്ന് കണ്ടങ്ങ് വിഷയാക്കണോ, നാട്ടിലേക്ക് വരുന്നവർ നമ്മ വിളിച്ചിട്ട് വരുന്ന ഒന്ന് മുണ്ടണോ, സലാമു ചൊല്ലണോ, ഒന്ന് പരിചയപ്പെടണോ എന്നുള്ള ഇത് മൗലിയാമാർക്കും ഇല്ല, ചില മൗലിയാമാർക്കും ഇല്ല. അത് ഞമ്മല്ല പഠിക്കേണ്ട പാടാണത്. അതിഥികളോട് എങ്ങനെ പെരുമാറണമെന്ന്, ഗസ്റ്റ്മാരോട് എങ്ങനെ വേണമെന്ന്. എന്നെ ബഹുമാനിക്കണമെന്നല്ല, എന്നെ ബഹുമാനിക്കാൻ ഞാൻ നിങ്ങളെ ബഹുമാനിക്കണോ? കാരണം നിങ്ങളാണ് മുഅ്മിനീങ്ങള്. സ്വർഗത്തിന്റെ തോപ്പിലിരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാ, മലായിക്കത്ത് നിങ്ങളെ ഇടയിലിരിക്കാൻ ഭാഗ്യം കിട്ടിയവരാ, നല്ല മഹാന്മാരെ ദുആക്കി ജാബിനെ ഉത്തബിനെ ആമീൻ ചെല്ലാൻ അല്ലാഹു തആല തൗഫീഖ് തന്ന മനുഷ്യന്മാർ നിങ്ങൾ നല്ലവരാണ്. നിങ്ങളെ മജ്ലിസിന് വലിയ ബർക്കത്തുണ്ട്, നിങ്ങളെ മജ്ലിസിന് വലിയ ഇജാബത്തുണ്ട്. അല്ലാഹു ഇതിനേക്കാളേറെ ചന്തത്തില് നാളെ അവന്റെ സ്വർഗലോകത്ത് ഞങ്ങളെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടട്ടെ. മഹാനരായ ഖാജ തങ്ങളുടെ അടുത്തേക്ക് എത്താൻ
ചാരത്തെത്തിയിട്ടൊന്ന് സലാം പറയാൻ, ആ പരിശുദ്ധമായ മസാറൊന്ന് കാണാൻ, അവരെ നല്ലോണം സ്നേഹിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു ഒരിക്കലെങ്കിലും തൗഫീഖ് നൽകട്ടെ. കണ്ണടക്കുന്നതിന് മുന്നേ പരിശുദ്ധമായ കഅബത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യാനും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഖാജ അനാസാഗർ താളാബിന്റെ ചുറ്റുവട്ടത്തിരുന്നു. അവിടെ അങ്ങനെ വിശ്രമിക്കുകയാണ്. അതിന്റെ ഇടയിൽ ദീനീ പ്രബോധനം നടത്തുന്നതിന്റെ ഇടയിൽ, ജനങ്ങളിലേക്ക് അതാ അല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ, തന്റെ കൂടെ കൂടിയവരെ നന്നാക്കി എടുക്കുന്ന ബിസിന്റെ ഇടയിൽ പക്ഷേ മഹാനർ ഒരു സുന്നത്ത് മറന്നു. മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല. തിരക്കുള്ളത് കൊണ്ട് ദീനിന്റെ വിഷയത്തിൽ ഇടപെടുമ്പോ ആ പണി എടുക്കാനായില്ല, ചെയ്യാനായില്ല, സുന്നത്ത് ചെയ്യാനായില്ല. അത് മറന്നുപോയി, അത് വിട്ടുപോയി. അങ്ങനെ ഇരിക്കെ ഒരവസരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വീണ്ടും വന്നിട്ട് ഖാജാ തങ്ങളോട് പറഞ്ഞു, അന്ത മുഈനുദ്ദീൻ, നിങ്ങൾ ദീനിന്റെ വലിയ സഹായിയാണ്, നിങ്ങൾ ദീനിന്റെ വലിയ ബെണ്ണളുപാണ്, നിങ്ങൾ ദീനിന് വലിയ ഉപകാരം ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ ഒരു കാലം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, തറക്ത സുന്നത്ത് ലാകിൻ തറക്ത സുന്നത്തം മിൻ സുന്നത്തി, എന്റെ സുന്നത്തുകളിൽ പെട്ട ഒരു സുന്നത്ത് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്റെ സുന്നത്ത് ഒഴിവാക്കാനുള്ളതല്ല, എന്റെ സുന്നത്ത് അത് ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ളതാണ്, അത് ജീവിതത്തിൽ മുഴുവനും പാലിക്കാനുള്ളതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ വായു, പിന്നെ ജീവവായുവാണ് ഹബീബായ നബി തങ്ങളെ സുന്നത്ത്. അല്ലേ? സുന്നത്തെ നിങ്ങൾ ഒഴിവാക്കാനുള്ളതാ. നിസ്കരിക്കുമ്പോ ചില മനുഷ്യന്മാരുടെ തൊപ്പിയാക്കാണ്ട് നിസ്കരിക്കുന്നത്. പള്ളിന്റെ ഉള്ളിൽ ഒരു കോടി തൊപ്പിയുണ്ടാവും. പള്ളിന്റെ മിനാരത്തിന്റെ പണി പൂർത്തിയായിട്ടില്ലെങ്കിലും കുടിയാന്നതിന് പിന്നെ ഒരു കോണി തൊപ്പിയും ഒരു 10-25 കസാല കൊണ്ട് വെച്ചോളും ചില പള്ളിയിൽ. പള്ളി കുടിയായിട്ടില്ല, പള്ളി കൂടെ റമദാൻ കഴിഞ്ഞിട്ട്. അതിന് മുമ്പ് ഇത് റെഡി. കസാല ആരിക്ക് ഇരുന്നിട്ട് നിസ്കരിക്കുക. ഓ, നീ എന്താ കാന്തിന് വരുന്നല്ല പള്ളിന്റെ ഉള്ളിൽ ഇരുന്നിരിക്കുക. ആരും ഇരിക്കണ്ടിയെ കയ്യും പിഞ്ഞോണ്ട് ജിമ്മിന് പോയ പോലെ വന്നിട്ട് നീ ഇവിടെ ഇരുന്നെങ്കിലാവാ. ഓ, നടക്കുമ്പോ നല്ല ബടി പോലെ വന്നോ, എങ്ങനെ വന്നിനായിരുന്നു ചൈനന്റെ പോലീസുകാരും വരെ ലെഫ്റ്റ് റൈറ്റ് ആക്കി നോക്കിനോ, എന്നിട്ട് പള്ളിയിലുള്ളിൽ വരെ ഇരുത്തം പച്ചക്കാൻ. അല്ലാഹു അക്ബർ. ക്യാ ഹേ, ആരും ഇരിക്കേണ്ട കസാലില് അതിന് എത്ര നിബന്ധനയുണ്ട്. അങ്ങനെ തോന്നിയ പോലെ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റിയില്ല. നിനക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്നുണ്ടാ, നേരെ ബഗ്ഗിയിട്ട് സുജൂദിന് പോകാൻ പറ്റുന്നുണ്ടാ, എങ്കിൽ നീ കസാലയിൽ ഇരുന്നിട്ട് സുജൂദ് ചെയ്യാൻ കഴിയാ. നിനക്ക് ബടി പോലെ നിന്നിട്ട് ഫാത്തിഹ ഓതാൻ കഴിയുന്നുണ്ടാ, എങ്കിൽ നീ ആ കസാലയിൽ ഇരുന്നിട്ട് ഫാത്തിഹ ഓതാൻ കഴിയാ. കാണുന്നില്ല, എന്റെ കാലിന്റെ ബെറൽ ഇന്നലെ ഫുട്ബോൾ കളിക്കുമ്പോ ബെറലോണം ഒടിഞ്ഞിനി, അങ്ങനെ എല്ലോണം ചുറ്റിനി ബാൻഡേജ്. അതുകൊണ്ട് അല്ലാഹു അക്ബർ ഇരുന്നിട്ട് ബെറലൊടിഞ്ഞി നിക്കാനാ, പിന്നെ റുക്കുന് പോനാന്നാ, പിന്നെ സുജൂദിന് അല്ല, പിന്നെ ഇതിന് ഇരുന്ന് ഹിന്ദു നിസ്കാരം. ഇത് ബിരിയാണി വയ്ക്കുന്നല്ല നിസ്കാരോ, അതിന്റെ ഫർളാണ്. നിൽക്കാൻ കഴിയുള്ളൂ, നിൽക്കുക. എന്റെ നിസ്കാരം ജാഗ്രത വേണോ. നിസ്കാരം എന്നത് തോന്നിയതുപോലെ നിർവഹിക്കേണ്ടതല്ല. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിസ്കാരമില്ലെങ്കിൽ അവൻ മുസ്ലിമേ അല്ല. അവൻ വയല് പറഞ്ഞിട്ടും ഗുണമില്ല, വയല് വെപ്പിച്ചിട്ടും ഗുണമില്ല. അവൻ സുൽത്താനുള്ള അജ്മീർ തങ്ങളെ പേരിൽ കൂടിയിട്ടും കാര്യമില്ല. നിസ്കാരം എന്നത് മസ്റ്റാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനമാണ്. അത് ഒരിക്കലും ഒഴിവാക്കല്ലേ. ആണാവട്ടെ പെണ്ണാവട്ടെ, ബുദ്ധിയും ശുദ്ധിയുമുള്ള കാലത്തോളം നിനക്ക് നിസ്കാരം നിർബന്ധമാണ്. അത് വാലിന്റെ പേരിൽ ഒഴിവാക്കാൻ പറ്റാല, അത് ഉറൂസിന്റെ പേരിൽ ഒഴിവാക്കാൻ പറ്റാല, അത് റാത്തിബിന്റെ പേരിൽ കളാക്കാൻ പറ്റാല, അത് മംഗളത്തിന്റെ പേരിൽ ഒഴിവാക്കാൻ പറ്റാല, അത് മൈലാഞ്ചിന്റെ പേരിൽ ഒഴിവാക്കാൻ പറ്റാല, അത് പണിയുണ്ട് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കാൻ പറ്റാല. അത് ഏത് സമയത്തും അതിൻ്റെതായ നേരത്തെ തന്നെ അതായിട്ട് നിർവഹിക്കേണ്ടതാണ്. നിസ്കാരം വിട്ടിട്ട് കളിയില്ല. നിസ്കാരം വിട്ടവന് മുഅ്മിനല്ല. തർക്കുസ്സലാ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മുഅ്മിനിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം തർക്കുസ്സലാ, നിസ്കാരമാണ്.
നിസ്കാരമുണ്ടോ മുഅ്മിനാണ്. നിസ്കാരമില്ല അവൻ മുഅ്മിനല്ല. അവൻ എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല. അവൻ എത്ര വഅദ് വെപ്പിച്ചിട്ടും കാര്യമില്ല. അവൻ എത്ര വഅദ് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലാഹു മുഅ്മിനീങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, അജ്മീർ ഖാജ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നിസ്കാരം അതിൻ്റെതായ സമയത്ത് മട്ടം പോലെ നിർവഹിക്കാനുള്ള വലിയ തൗഫീഖ്, അതിനോടുള്ള വലിയ രസം, അതിനോടുള്ള വലിയ ലദ്ദത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. പൊന്നു പെങ്ങളെ, നീ ഡിഗ്രിക്ക് പഠിക്കുന്നവളാണല്ലോ അല്ലേ? പൊന്നു പെങ്ങള്, പൊന്നു ചെറുപ്പക്കാരാ, ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട്, PUC പഠിക്കുന്നവരുണ്ട്, +2 പഠിക്കുന്നവരുണ്ട്. +2 നമ്മളവിടെ +2, ഇവിടെ എന്ത് PUC അല്ലേ? അല്ലേ അല്ലുമ്മ? അപ്പൊ അതിനെല്ലാം പോകുന്നവർ ഏതായാലും നിസ്കരിക്കട്ടെ, നിർബന്ധമല്ലേ? അവർക്ക് പ്രായമായിട്ടില്ല. SLC കഴിഞ്ഞ പിന്നെ ഏതായാലും പ്രായമായല്ലോ. ആണാവട്ടെ പെണ്ണാവട്ടെ പ്രായമായില്ലേ? പിന്നെ എന്തർത്ഥത്തിലേക്ക് അലാക്കുന്നത്? അല്ലോ സർ, ലുഹുറും ഞങ്ങൾ കോളേജിൽ, അല്ലാഹു അക്ബർ, അസ്ർ ബസ് സ്റ്റാൻഡിൽ, ആരിസ്കരിച്ചിടെ എതിർല് കുറച്ച് കസാരയുണ്ട്. നിങ്ങൾ ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നെങ്കിൽ ആ ബാക്കിൽ വന്ന് ഓർന്നിരിക്കും. പുറത്തുവരും, ചിലപ്പോൾ ദൂരെ നാട്ടിൽ നിന്ന് വരും. അവരെ നോക്കണ്ട, നിങ്ങൾ എണിച്ചിട്ടിരിക്കുകയില്ലേ? നിങ്ങൾ ഫ്രണ്ടിലേക്കൊന്നും ഇരിക്കുക. അല്ലാഹു ഞങ്ങളെ നാളെ എല്ലാവരെ കാട്ടി മുന്നേ സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ. ഇത് വന്നവൻ എന്നെ നോക്കുന്നത് കാണുന്നു. അൽഹംദുലില്ലാഹ്. പുറത്തുനിന്ന് വന്നവരാണെങ്കിൽ ഞമ്മ അവരാദരിക്കലും ഞങ്ങളെ ഈമാനാണ്. നമ്മൾ ഈ പരിപാടിക്ക് വിളിച്ചിട്ട്, നമ്മളെ നോട്ടീസ് കണ്ടിട്ട്, ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഒരു വേള ഞങ്ങളെ നാട്ടിന്റെ നല്ല പരിപാടിയിലേക്ക് വന്നവരാണെങ്കിൽ ഞങ്ങൾ നിന്നും മോശമില്ല, അവരിരുത്തും. അത് ഈമാനാണ്. വലിയ ആളായിട്ടല്ല, അത് ഞങ്ങളെ ഈമാനാണത്. അതാണ് ഈമാൻ. നിങ്ങൾ എന്ത് വിചാരിച്ച ഈമാൻ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ 4 നേരം നിസ്കാരവും പിന്നെ വല്ല മുണ്ടാസും കെട്ടുന്നത് മാത്രമാണ്? ഈമാനിന് കുറെ ശാഖകളുണ്ട്. അതിലൊന്നാണ് അതിഥികളെ ബഹുമാനിക്കല, ഗസ്റ്റമാരെ ആദരിക്കല, മജ്ലിസ് ഭംഗിയാക്കല, നിസ്കരിക്കല. പറഞ്ഞല്ലോ ഞാൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും മനസ്സ് വേദനിച്ച നേരമേതറിയാ. ഹബീബായ നബി തങ്ങളെ കണ്ണിന് വെള്ളം വന്ന സമയമേതറിയാ. ഹബീബായ നബി തങ്ങൾ ബേജാറായിട്ട് അല്ലാഹുവോട് ദുആറുന്ന സമയമേതറിയാ. ഖന്തഖ് യുദ്ധം നടക്കുമ്പോഴാണ്. ഖന്തഖ് യുദ്ധം നടക്കുന്ന നേരം ആ ശത്രുക്കളുടെ യുദ്ധം കാരണമായി, ഹബീബായ നബി തങ്ങൾക്ക് ഖന്തഖ് യുദ്ധം നടക്കുമ്പോ അസ്ർ ഖലായി. ഞങ്ങളെ പോലെ ഗ്രൗണ്ടിൽ പോയി കളിച്ചിട്ട് കളാക്കിയതല്ല, ഞങ്ങളെ പോലെ എംപി തീർക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ നോക്കിയിട്ട് കളാക്കിയതല്ല, ഞങ്ങളെ പോലെ ഉറങ്ങിയിട്ട് കളാക്കിയതല്ല. പൊന്നുപങ്ങള് കോളേജിന്റെ പേര് പറഞ്ഞിട്ട്, സ്കൂളിന്റെ പേര് പറഞ്ഞിട്ട് കളാക്കിയതല്ല. ഈ ദീനിനെതിരെ വന്ന ശത്രുക്കളോട് പടപൊരുതിയ കാരണം കൊണ്ട്, ഈ ദീനിന്റെ എതിരാളികളോട് യുദ്ധം ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഹബീബായ നബി തങ്ങൾക്ക് നിസ്കാരം കളായി. അങ്ങനെ കളായ സമയം സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങളെ മനസ്സ് ബേജാറായി, കണ്ണിന് വെള്ളം വന്നു. കാരുണ്യക്കടലായ റസൂലുള്ളാഹ്, കരുണക്കടലായ റസൂലുള്ളാഹ്, വാത്സല്യനിധിയായ റസൂലുള്ളാഹ്, വാത്സല്യനിധിയായ റസൂലുള്ളാഹ്. തായിഫുകാർ പണ്ട് കല്ലെറിഞ്ഞിട്ട് ഹബീബായ നബി തങ്ങളെ ശരീരത്തിന് കൊണ്ടിട്ട് അവിടെ നിന്ന് രക്തമങ്ങ് പോയപ്പോ നബി തങ്ങൾ നല്ലോണം ക്ഷീണിച്ചു പോയി, ബോധം കണ്ട് വീടുന്ന കോലത്തിലായി. പക്ഷേ അപ്പോഴും നബി തങ്ങൾ തായിഫുകാർക്കെതിരെ ദുആരുന്നിട്ടില്ല. ജിബ്രീൽ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ നിങ്ങള് സമ്മതമെങ്കിൽ പറയുക, കാര്യം നമ്മുടെ മുമ്പിൽ. നബിയേ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അല്ലാഹു ഓക്കെ ആക്കിയിട്ടുണ്ട്, അല്ലാഹു ഓൾറെഡി സമ്മതം തന്നിട്ടുണ്ട്.
നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ ശരീരത്തിന്റെ പരിശുദ്ധമായ രക്തം ഭൂമിയിലേക്ക് ഇറ്റാൻ കാരണക്കാരായ, നിങ്ങളെ കല്ലെറിഞ്ഞിട്ട് വേദനിപ്പിച്ച, പരിക്കേൽപ്പിച്ച ആ തായിഫുകാരെ വിടാൻ അല്ലാഹുവിന് സമ്മതമില്ല നബിയേ. അവരെ ഭൂമുഖത്ത് വെച്ചേക്കില്ല നബിയേ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അവരെ അടിമേള് മറിച്ചിട്ടില്ലാണ്ടാക്കണമെന്ന്. എന്റെ നബിയെ വേദനിപ്പിച്ചവരാണ്, എന്റെ ഹബീബിനെ വേദനിപ്പിച്ചവരാണ്, എന്റെ നബിന്റെ രക്തം ഭൂമിയിലേക്ക് ഇറ്റാൻ കാരണക്കാരായവരാണ്. അതുകൊണ്ട് ആ തായിഫുകാരന് ഭൂമിക്ക് മുകളിൽ വേണ്ട, അവരെ നശിപ്പിച്ചുകളാ എന്ന് പറഞ്ഞിട്ട് ജിബ്രീലിനെയും മറ്റു മലാകമാരെയും അയക്കുകയാണ്. ആ അയക്കുന്നതിന്റെ ഇടയിൽ അല്ലാഹു പറഞ്ഞു എന്റെ ഹബീബിന്റെ സമ്മതവും കൂടി കേട്ടോ. അങ്ങനെയാണ് ജിബ്രീലും കൂട്ടരും വന്നിട്ട് നബിയോട് പറയുന്നത്, പൊന്നാര നബിയേ, അവരെ ഞങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലാഹു സമ്മതം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സമ്മതമല്ലേ? ചാരവാർന്ന് ക്ഷീണിച്ച റസൂലുള്ളാഹ് അവരെ കല്ലേറ് കൊണ്ട് നല്ലോണം ശരീരത്തിന് പരിക്ക് പറ്റിയ റസൂലുള്ളാഹ്, വേദന കൊണ്ട് പൊളഞ്ഞ് അവിടെ ഇരുന്നു പോയ റസൂലുള്ളാഹ്, ആ നാട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ സമ്മതവുമായിട്ട് ഇറങ്ങിയ മാലാകമാരോട് പറഞ്ഞെന്തറിയോ? വേണ്ട ജിബ്രീല്, വേണ്ട, അവർ പാവങ്ങളാണ്, അവർ സാധുക്കളാണ്, അവർ ഒന്നും അറിയാത്തവരാണ്, അവർ അതാ കല്ലെറിഞ്ഞു, സാരമില്ല, ഇനി ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റേ നാളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് അക്കിടാക്കളൊന്ന് ഇരുത്തിയാലും അങ്ങോട്ടേക്ക് ഒന്ന് ഇരിക്കുന്നായിരുന്നേ, അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് പോകാൻ പറയും, അവർ അങ്ങോട്ട് പോയി കളിച്ചോട്ട്, അല്ലെങ്കിൽ നേരെ തിരിഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണ്ട. വയലിന്റെ മജ്ലിസ്, പള്ളി, മദ്രസ്, വയലിന്റെ മജ്ലിസ്, ബൈസന്മാർ, ഉസ്താദുമാർ, ആലിമീങ്ങളെല്ലാം അവരെ മുമ്പിൽ കിടാക്കി എങ്ങനെ പോകണമെന്ന് ഞമ്മ പരന്റെ ഉള്ളിൽ നിന്ന് ചൊല്ലി കൊടുക്കണം. എന്റെ ലൂടെ കൂറ്റാക്കിക്കാൻ കഴിയ തിരിഞ്ഞാ എനിക്ക് ബഹുമാനം ഞങ്ങൾ നല്ലോണം ഫോളോ ചെയ്യിപ്പില്ല. ഉമ്മ നീ മദ്രസന്റെ അവിടെ പോയെങ്കിൽ കൂറ്റാക്കിയിട്ടുണ്ട്, ഉമ്മ പള്ളിന്റെ അവിടെ പോയെങ്കിൽ ഏലിലെ പാഞ്ഞിട്ട് പള്ളിയെല്ലാം പുറപ്പാക്കാൻ കഴിയ. ഉസ്താദുമാർ, ആലിമീങ്ങ, ദീനിന്റെ വലിയ വെളിച്ചമാണവർ, ഞങ്ങൾ വലിയ വഴികാട്ടികളാണവർ, അള്ളാന്റെ നൂറാനിയത്താകുന്ന ഇൽമുള്ളവരാണവർ. അപ്പൊ അവരുടെ മുമ്പിൽ നല്ല സൈലന്റ് പോണം മോനെ. മാത്രല്ല വയസ്സന്മാരെ എതിരിൽ നീ കൂറ്റും കൗജാക്കിയിരണ്ട, നീ ബേറിലെത്തിയിട്ടെന്ത് മുണ്ടിയിരണ്ട, നീ അവരെതിരിൽ കയ്യെന്തോ നീട്ടിയിരണ്ട, പിന്നെ ഉമ്മ ബാപ്പാന്റെ എതിരിൽ നീ അവർ നിൽക്കുമ്പോ നീ ഇരുന്നിരണ്ട. വയലിന്റെ അവിടെ പോയെങ്കോ അങ്ങനെ നീ അയിലിൽ ഇങ്ങനെ പാഞ്ഞിട്ട് കൂറ്റും കൗച്ചും താക്കണ്ട ഉമ്മ. വലിയവർക്കെല്ലാം വയൽ കേൾക്കാൻ ബുദ്ധിമുട്ടായി പോവും. നീയും അവരൊക്കെ താമീൻ ചെല്ലണം. അവരാമീനെ കാട്ടിയും വലിയ പവറുള്ള ആമീൻ നിന്റെ ആമീനാണ്. അള്ളാഹു കിടാക്കളെ വർഗത്തോട് ഞങ്ങളെ നന്നാക്കി തരട്ടെ. കിടാക്കി ദേടയിൽ കൊടുക്കണോ? അത് ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കുന്നല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളിയല്ലേ? നീ നിങ്ങൾക്ക് പണിയൊന്നും ഇല്ല, എല്ലാം ഉസ്താദിനെ. അത് ഉസ്താദ് പഠിപ്പിക്കുന്നില്ലേ, പിന്നെ നിങ്ങക്കെന്ത് പണി? നിങ്ങക്കെന്ത് പണി? ഉള്ളിതല്ലെന്താ നിങ്ങക്കുണ്ട് വല്ല പണി? ഉസ്താദുമാരെ 3/4 മണിക്കൂറിലെല്ലാം ആയിക്കൊള്ളുന്നില്ല. എല്ലാം ഉസ്താദിന്റെ തലക്ക് പോ. അയാൾ നോക്കട്ടെ, അയാൾ നോക്കട്ടെ, ഇയാൾ എന്തെല്ലാം നോക്കണം? നിനക്ക് നിന്റെ 4 കിടാക്കളെ നോക്കാനാന്നില്ല, ഇയാളോട് നോക്കുന്ന 36 കിടാക്കളെ, 19 പാപ്പന്മാരെ മക്കളെ. എങ്ങനെ നോക്കണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാലും നോക്കുന്നുണ്ട്. സ്വന്തം കിടാക്ക നാട്ടിലുണ്ട്, പക്ഷെ അവരെ പരീക്ഷ അങ്ങനെ എക്സാമിന് എന്താക്കിനെന്ന് അവർ നോക്കിയിട്ട അവർക്കൊരു വിശ്വാസം. അൽഹംദുലില്ലാ അവരെല്ലാം ചന്തത്തിലാക്കിയിട്ടുണ്ടാവും. എന്നാലും ഇത് ഞങ്ങളെ മക്കളാണ്, ഓരോ നല്ലോണം കെയറാക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോട് കുത്തിരുത്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവർക്കും ഞങ്ങൾക്കും അള്ളാഹു നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ മക്കളെല്ലാം അങ്ങനെ ചൊല്ലി കൊടുക്കണം. പോരുന്ന മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, വേണ്ട, തായിഫുകാരെ തൊടണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഈ ദീനിനെ അംഗീകരിക്കുന്നവരാൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് വിശ്വസിക്കുന്നവരാൾ, 5 നേരം നിസ്കരിക്കുന്നവരാൾ അവരിലുണ്ടാവും കേട്ടോ. അതുകൊണ്ട് അവരെ നശിപ്പിക്കണ്ട. അവർക്കെതിരെ പ്രാർത്ഥിച്ചില്ല, ഇല്ല. ഉഹദ് യുദ്ധത്തിൽ നബി തങ്ങളെ കാല് പൊട്ടിപ്പോയി, നബി തങ്ങളെ മുമ്പല്ല് പൊട്ടിയിട്ട് തെറിച്ചു പോയി. ശത്രുവിന്റെ വെട്ട് തടുക്കാൻ ബാക്ക് പോയ സമയത്ത് ഹബീബായ നബി തങ്ങൾ ഉഹദ് മഹൂദിന്റെ രണാങ്കണത്തിൽ
മദീന മൈതാനിയിലെ വലിയൊരു കുണ്ടിലേക്ക് നബി തങ്ങൾ വീണുപോയി. അപ്പ പോലും റസൂലുള്ള ശത്രുക്കൾക്കെതിരെ ദുവാരന്നിട്ടില്ല. ഇല്ല, തന്റെ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് മറ്റൊരു നാട്ടിലേക്ക് വായിപ്പിച്ച മക്കക്കാർ, ഓടിപ്പിച്ച മക്കക്കാർ, അവർക്കെതിരെ റസൂലുള്ള ദുവാരന്നിട്ടില്ല. ഇനി കേട്ടോ പെങ്ങള്, പൊന്നു മുസ്ലിം, അങ്ങതാ നിസ്കാരം കലാക്കപ്പെടാൻ കാരണക്കാരായ ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ട നേരമായതുകൊണ്ട്, യുദ്ധത്തിന്റെ കാരണം കൊണ്ട് അവിടെ നിന്ന് നിസ്കാരം കളായി പോയി. യുദ്ധം നടക്കുമ്പോ നിസ്കരിക്കൽ എങ്ങനെ? അവർ 5-6 ബോംബ്, പിന്നെ ബോംബ് അന്ന് ബോംബില്ല, കത്തി, വാള്, കുന്തം, പിടി, തോക്കെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ പ്ലീസ് 5 മിനിറ്റ് നില്ലേ, ഞാൻ നിസ്കരിച്ചോന്ന്, അല്ലെങ്കിൽ ആവാ ഓന്തിയല്ലോ ആ ഈ ബാങ്ക് കെട്ടി പാത്തി നിസ്കരിച്ചല്ലോ ഖത്തം. യുദ്ധം ചെയ്യുന്ന ഞാൻ ഓന്റെ വെച്ചിട്ട് നടക്കോ? നിങ്ങക്ക് തിരിഞ്ഞിട്ടേന്ന്, നിങ്ങൾക്ക് ബേൻ തിരിയട്ട് നിങ്ങൾ എള്ളണങ്ങും തലയാട്ടിറുവാരും ചൊല്ലിയിട്ട് ഞാൻ പിന്നെ ഒരു ഉദാഹരണം കൂടി ചൊല്ലിട്ടേ, എന്നിട്ടും പണിയായല്ലേ എന്റെ ബേജാറത്. ഏതാട്ട് യുദ്ധം കാരണം കൊണ്ട് റസൂലുള്ളാഹിന്റെ സ്വലാത്തുൽ ഉസ്താ അസ്ർ നിസ്കാരം കളായി. ഹബീബായ നബി തങ്ങൾ അവിടുന്ന് ദുആരുന്നു, പടച്ച റബ്ബേ ഇംല ബുയൂതഹും വഖുബൂറഹുമുൻ നാറാ. എന്റെ നിസ്കാരം കളാക്കപ്പെടാൻ കാരണക്കാരായ ആ ജനങ്ങളുടെ, ആ നാട്ടുകാരുടെ, ആ സമൂഹത്തിന്റെ വീടുകളെയും ഖബറുകളെയും നീ തീയാലെ നുറക്കല്ലോ. കാരുണ്യക്കടലായ റസൂലുള്ളാഹി തങ്ങൾ നെഞ്ചുപൊട്ടി ദുആരുന്നത് ഒരിക്കാൻ, അതും നിസ്കാര കലാക്കപ്പെടാൻ വേണ്ടി കാരണമായതിന്റെ പേരില് ഒന്ന് ആലോചിച്ചു നോക്ക് സഹോദരാ, പൊന്നുപങ്ങള്. നിസ്കാരത്തിന്റെ കാര്യം ഗൗരവമാണ്, അത് ഒരിക്കലും ഒഴിവാക്കരുത്. ഇൻ കേസ് ഒരു വേള സന്ദർഭവശാൽ, കാരണവശാൽ കളായി പോയാൽ, എന്ത് കാരണം? വീട്ടിലത്തേക്ക് മീൻ കൊണ്ടുവരാൻ പറ്റിയ കളായങ്ങാവല്ല, കാരണമുണ്ട്. കാരണം ഒന്ന് വർക്ക്. ഏത് വർക്ക്? നിന്റെ പോത്തിന്റെ വർക്കല്ല, വിളിച്ചെങ്ങും ഉർത്തിങ്ങും എണിക്കാത്ത വർക്ക്, അതല്ല. എന്തൊക്കെയാ ഞാൻ ആരാൻ്റെ ഒരു വയലെല്ലാം ഉണ്ടായല്ലേ ജാവും, ഇതിന് പാഞ്ഞി പിടിച്ച് സീറിനെല്ലാം കെട്ടാക്കി അങ്ങനെ ആയിട്ടാണ് ആ തീരുമാനമായി. ഒരു 1:45 2 ഇതിനെല്ലാം പാതിയിൽ വെച്ചിട്ട് പോയിന്നുണ്ടെങ്കിൽ കണക്കും കാര്യവും ശരിയാവേല, കിട്ടും അതൊന്നും മട്ടം പോലെ ആവേല, എല്ലാം ചന്തൻ ആക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുകൂടെ മൈനസ് ആയെങ്കിൽ നാളെ ഇടി പാടിയിട്ട് നടക്കും. പുറനാട്ടുകാർ വേണ്ട, ഊടുത്തോറന്നെ മതി. സീറിനിന്റെ കെട്ട് കിട്ടിയിട്ടില്ല, കിട്ടിയ കെട്ടി ഇറച്ചിന്റെ പൂളില്ലാഞ്ഞല്ല അല്ലേ? അല്ലേ? ഹലോ സാർ, പിന്നെ വേറെ പുറനാട്ടുകാർ ഊടുത്തോറന്നെ മതി. നിങ്ങക്ക് ബേജാറായി എന്നെ വരുന്നാട്ട് വിളിക്കണ്ട. ഞാൻ ജപ്പാൻകാരിലെ വാലിയെന്നല്ല, ഞാൻ നിങ്ങളെ വാലിയല്ല. എന്ത് നാട്ടെ പേര് എന്ത് സാർ? കല്ലന്തെടുക്ക. എന്തുവാട്ടെ? അപ്പൊ അതെല്ലാം ചന്താക്കിയിട്ടെല്ലാം പോകണം, ഒരു നീയത്ത് പോകണം. അങ്ങനെ ആക്കുന്ന അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അവരുടെ സേവനം കബൂലാക്കട്ടെ. നമ്മളെ ബാല്യക്കാരെ പരിപാടി അല്ലാഹു അസോസിയേഷൻ കൂട്ടായ്മയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവർക്കൊക്കെ വലിയ നേതൃത്വം നൽകുന്ന ഞങ്ങളെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി, അവർക്കൊക്കെ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ, സലഹമായിറ്റികളൊക്കെയും കൊടുക്കുന്ന ഞങ്ങളെ വന്യരായ ആദരണീയരായ ഉസ്താദുമാർ, അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ എന്തായി, ഈ രാത്രി ഇങ്ങനെ കുറെ അയിലിലെ പാഞ്ഞി പിടിച്ചിട്ട് ഇങ്ങനെല്ലാം ആയിട്ടാകുമ്പോ എന്തായി, പോയിട്ട് ഉറങ്ങുമ്പോ 1:45. വലിയൊരു ആശ ഉണ്ടായി, ഇൻഷാ അല്ലാഹ് ഒരു 4:45 5:10 എണിക്കണോ, ബാങ്ക് കൊടുക്കുമ്പോ ഏതായാലും എണിക്കണോ. ഇനി ബാങ്ക് കൊടുക്കുമ്പോൾ എണിച്ചില്ലെങ്കിലും കള്ളാന്നിന് പിന്നെ ഏതായാലും എണിച്ചിട്ട് നിസ്കരിക്കണം വലിയ നിയത്തും ഉണ്ടായി. എന്തോ പാഞ്ഞപാച്ചളുടെ ക്ഷീണം, അയിലില അത് ബക്കറ്റും ചട്ടിയും പാത്രവും ഇറച്ചും മുള്ളും കൊട്ടും പിന്നെ കണക്കും കാര്യവും ബുക്കും ഡയറിയും അതും ഇതെല്ലാം ആയിട്ട് ചങ്ങായി ഉറങ്ങിയ വർക്കിൽ ബാക്കി ജാം. എണിക്കുമ്പോ 6:55 അല്ലെങ്കിൽ 7:10. അത് പരണ്ടോറഞ്ചിനെങ്കിൽ പിന്നെ ഈ ഷാർത്തായി പെട്ടി ചട്ടി പാത്രത്തിന്റെ സൗണ്ട് കേട്ടിട്ട് പരക്കാറും വലിയ വർക്കില്. കാരണം ഓർമ്മ മേലിന് വന്നിട്ടുണ്ടേ. ഉറങ്ങണമെന്നല്ല, ഇത് എനിക്ക് ഞാൻ ലൈസൻസ് തരുന്നല്ല, നാളെ ഉറങ്ങി ആവും ചെറ്റാവാ. ഇപ്പൊ കാക്കനെയാ ഞാൻ ചെല്ലോ നീ അല്ല പണിയാവാ. അല്ല അങ്ങനെ ആവാ. വയലുണ്ട്, വയൽ പിന്നെ വയൽ വെക്കുന്നതിന് സുബൈറ്റ് ഉറങ്ങുന്ന പിന്നെ വയൽ വെക്കുന്നത് യക്ഷ കാണാ വയലാട്ടൊക്കെ അല്ല. നിസ്കരിക്കണം ഹറാമാണ്, കള്ളാൻ പാടില്ല, നല്ല കഥ. അള്ളാഹു നമുക്കും ബോധം തരട്ടെ. ആമീൻ ചൊല്ല്. അള്ളാഹു നമുക്കും ബോധം തരട്ടെ. അള്ളാഹു നമുക്കും അതിനുള്ള തൗഫീഖ് തരട്ടെ. മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ കർമ്മങ്ങൾ നന്നാക്കി തരട്ടെ.
അങ്ങനെ ഒരു വേള വറക്ക് കൊണ്ടോ മറ്റോ കള്ളായി പോയി. കള്ളാക്കണമെന്നല്ല, ഇൻ കേസ് ഒരു വേള ഒന്നുവേള കള്ളായി പോയാൽ നോ ഒബ്ജക്ഷൻ, പരാതിയില്ല. ഉറക്കാണത് കാരണമാണ്. ചങ്ങ ഒരു 12:55 ഉറങ്ങി വന്നിട്ട് എന്തോ കുളി കുടിച്ചിട്ട് ഇങ്ങനെ ക്ഷീണമെല്ലാം ഉണ്ടായി, പണിയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഓടത്തിട്ടില്ല ഉറങ്ങി. ഉറങ്ങി ഉറക്കി എണിച്ചത് 5:10 നിങ്ങൾക്ക് അറിയയില്ല. 100 കള്ള. സാരമില്ല ചെല്ലെങ്കിൽ നാളെ ഉറങ്ങണമെന്നല്ല. 12:10 അതിലൂടെ ഇന്നിങ്ങനെ കള്ളായത് സാരമില്ല, അല്ല പൊറുക്കും വേണു ചെല്ലിട്ടല്ലേ അങ്ങനെ ആയിപ്പോയി. എന്തോ മസാല അപ്പുറപ്പുറമുണ്ടെങ്കിൽ നാളെ ഉസ്താദ് ശരിയാക്കുമല്ലേ. നിങ്ങളിനി വാട്സപ്പിൽ ചർച്ച ആക്കണം കേട്ടെ. കൂടെ അതിനെ പറ്റി ആലിമീം കൊണ്ടു ഞങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല, എന്നാലും അറിഞ്ഞ പോലെ ചെന്ന് ഇത് കേട്ടോ. അങ്ങനെ ഒരു വേള ഉറങ്ങിയിട്ട് കള്ളായിപ്പോയെങ്കിൽ കുറ്റമില്ല. രണ്ടാമത്തത് മറവി. കാലി കസാലുണ്ട് 2. ഹലോ, ആ കാലി കസാല ഒന്നെടുത്തിട്ട് ബാക്ക് ഇടും. ഒരാൾ നീ ബാ. ആ ഫ്രണ്ടിൽ 2-3 കസാല കാലിയുണ്ട്. ഞാനും ഓരലി ചെല്ലി നിങ്ങൾ വന്നിട്ട് എതിർക്കിരിക്കുന്നു. ഓർ ഇരിക്കുന്ന കാണുന്നില്ല. നീ അതിനെടുത്തിട്ട് ബാക്കിലേക്ക് ഇട്ടു. അത് ഇതൂടല്ലോ MC ഉണ്ടായ ഒരാൾ, അയാൾക്ക് 5 കസാല ഇട്ടു. മാഷാ അല്ലാഹു ഞങ്ങളെ ഈ കൂട്ടായ്മയിൽ വർഗത്തിൽ സ്പീഡാക്കണം അല്ലെ. ഒരാൾ മതി. നിങ്ങൾ എന്നെ നോക്കി വേറെ ആരും ഉണ്ടണ്ട. അയാൾ വേണ്ടിയ പോലെ ആക്കും. മാഷാ അല്ലാഹ്. രണ്ടാമത്തെ കാരണമാണ് മറവി. ഒരു വേള മറന്നുപോയി. നിസ്കരിക്കുന്ന ആള്, 5 നേരം മട്ടം പോലെ നിസ്കരിക്കുന്ന ആള്, എപ്പോഴും കലാക്കാതെ നിസ്കരിക്കുന്ന ആള്, എന്തോ ചനി എന്ന് പറയാ. ഓന് ഇന്ന് ഇഷ മറന്നു. നേരെ ഇരുന്നോളൂ ഇങ്ങോ മാറി വിസ്കരിച്ചിന. അതിന്റെ ഇടയിലൂടെ ഇതുണ്ടായി സാംസ്കാരിക എന്ത് സമ്മേളനം എന്തു സാർ എന്ത് ചെന്നല്ലേ ഇല്ലെന്ത് പേരില്ലേ? സൗഹാർദ്ദ. ആട്ടോട് സൗഹാർദ്ദത്തിനൊന്നും മിസ്റ്റേക്കൊന്നും ഇല്ലല്ലേ. അള്ളാഹു സൗഹാർദ്ദം നിലനിർത്തി തരട്ടെ. അപ്പൊ ഇതെല്ലാം ഉണ്ടായി. മാരി വിസ്കരിച്ച് ചങ്ങയിലെല്ലാം 12 ഉണ്ടായി. അങ്ങനെ പോയിട്ട് എല്ലായിടത്തും ആടെ കണക്കൂട്ടി ഇടയിരുന്ന് അയില പോയി അങ്ങനെ അവസാനം സീർണി കെട്ടാക്കി എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ഉറങ്ങി എണിച്ചിട്ട് സുബഹിക്ക് 5 മണിക്ക് ബാങ്ക് കൊടുക്കും. എണിച്ചിട്ട് ഓരോരുത്തരിക്കുമ്പോ ചങ്ങയ്ക്ക് ഓർമ്മ, യാ റബ്ബ് ഞാൻ ഇന്നാലെ ഇശാ നിസ്കരിച്ചിട്ടില്ലേ, മറന്നിനി ഭൂൽഗയാ. വേണു ചെല്ലിട്ടല്ല, ഓനപ്പോ ഓർമ്മയായി. എന്നാ പ്രശ്നമില്ല, അള്ളാഹു അതിന്റെ പേരിൽ ശിക്ഷിക്കുകയല്ല. അതിന്റെ അർത്ഥം നാളെയും മറക്കണമെന്നല്ല, ജാഗ്രത ആക്കണം. പിന്നെ ഒന്ന് യാത്ര. ഏത് യാത്ര? പുത്തൂർക്കല്ല, കബക്കത്തക്കും അല്ല. 132 കിലോമീറ്റർ ദൂരെ യാത്ര പോകുന്നവനാണെങ്കിൽ അതും ഹലാലായ യാത്ര. ആരെയോ ഇത് പിന്നെ ഇതെടുത്തിട്ട് പോകുന്നതല്ല. അവനെ അവിടെ കെട്ടാക്കിട്ട് വെച്ചിന് പോയിട്ട് കൊണ്ട മറ്റേ കെട്ടില്ലേ എന്റെ അതിനെ കൊണ്ടുവരാൻ പോകുന്നതല്ല. ഗോവന്ന് ആന്ധ്രന്ന് ആ യാത്രയിൽ കലാക്കാൻ പറ്റല. അല്ലെങ്കിൽ കൊട്ടേഷൻ എടുത്തിന് 50,000 മുട്ടും താത കൂത്തിട്ട് വന്നു. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ അല്ലാഹു അക്ബർ, യോ സ്വാലിഹായ കള്ളോ. പണ്ടൊരുത്തം കള്ളു കുടിക്കുമ്പോ ബിസ്മൂട്ടിനല്ല, അങ്ങനത്തെ ഒരാളുണ്ട്. ഞാൻ മല്ലി കള്ള് നിങ്ങൾക്കറിയാലേ, ഒരു ചങ്ങായി പൊന്നെല്ലാം കട്ടിട്ട് കാസർഗോഡില് പൊന്നെല്ലാം കാട്ടിട്ട് പോനെ പോലീസ് പിടിച്ചങ്ങനെ 20 മുതൽ സഹിതം കട്ട പൊന്നെ എല്ലാം ഉണ്ട്. എല്ലാം പിടിച്ചിട്ട് കട്ടിട്ട് ടേബിളിൽ വെച്ചിട്ട് നോക്കുമ്പോ പോലീസ് കെട്ടുകീച്ചിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് 5-8 മോതിരം, 4-5 വള, 5-6 മാല, ഇഷ്ടം പോലെ. അപ്പൊ ഈ മോതിരെല്ലാം ഇങ്ങനെ മിന്നുന്ന കാണുമ്പില്ലേ, അത് എങ്ങനത്തെ മോതിരറിഞ്ഞ ഓരോരു പോവണ്ടേ, നല്ല കടങ്കല്ല് കുട്ടി പോലുണ്ട്. ചെറുതൊന്നും അല്ല, ഓൻ കട്ട മോതിരം എല്ലാം പൊന്നിന്റെ. അങ്ങനെ ഈ 5-6 മോതിരം കാണുമ്പോ പോലീസുകാരൻ അവന്റെ പിരിസത്തിൽ കേട്ടാലാ അല്ലറേ, എടാ നീ ഇത്രയെല്ലാം കട്ടിനല്ലേ വൈ, 5-8 മോതിരം ഉണ്ട്, ഒരു മോതിരവും നീ വെച്ചിട്ടില്ലല്ലേ പൊന്നിന്റെ, ഒന്ന് നിന്റെ പേരിലേക്ക് ഇടാഞ്ഞല്ലേ, 5-8 മോതിരം ഉണ്ടല്ലേ. അപ്പൊ ചെല്ലാൻ പറഞ്ഞു, സാറേ ആണുങ്ങൾക്ക് പൊന്ന് ഹറാമാണ്, ഇത്ര കക്കല് പൊന്ന് ഹറാമാണ് ഉസ്താദ്. സാർ അതുകൊണ്ടാണ് ഞാൻ മോതിരം വെക്കാൻ. ഞാൻ ഇത്ര കട്ടതോനെ ഹറാമെന്ന് ചോദിച്ച സ്വാലിഹായ കള്ളം ഞള്ളവനെ, ഈമാനുള്ള കള്ളം. എങ്ങനെയുള്ള
അങ്ങനെയല്ലേ വേണ്ടത്, ആ നിലക്കല്ല. ഈ പറഞ്ഞതൊന്നും ഉറങ്ങാനുള്ള നിസ്കാരം കള്ളാക്കാനുള്ള കാരണങ്ങളാണെങ്കിലും അതിനുള്ള ലൈസൻസ് അല്ല. അതുകൊണ്ട് ജാഗ്രത. ഹബീബായ നബി തങ്ങൾ വളരെ ഗൗരവത്തോടെ മരണസമയത്ത് പോലും ഈ ഉമ്മത്തിനോട് സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന സമയത്ത് പോലും ഈ ഉമ്മത്തിനോട് മുസ്തഫായ നബി തങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യം, ഉണർത്തിയ കാര്യം, ആ വേദന കൊണ്ട് പിടക്കുന്ന നേരം ഇന്നലിൽ മൗതില സക്കറാത്ത്, മരണവേദന വല്ലാണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന നേരം, റൂഹ് അങ്ങനെ പോകുന്ന നേരം, അസ്റായീൽ നബിതകളെ റൂഹിനെ പിടിക്കുന്ന നേരം, ഹബീബായ നബിതങ്ങൾ ലോകത്തോട് പറഞ്ഞ ഒരു കാര്യം എന്തറിയാ, ഈ ഉമ്മത്തിനോട്, എന്നോട്, നിങ്ങളോട്, എല്ലാവരോടും നബിതങ്ങൾ പറഞ്ഞ അവസാനത്തെ കാര്യം എന്തറിയാ, അസ്സലാ അസ്സലാ അസ്സലാ. സമുദായമേ, നിസ്കാരം മറന്നിരണ്ട, നിസ്കാരം ഒഴിവാക്കിരണ്ട. നിസ്കാരത്തിന്റെ കാര്യം ഗൗരവമാണ്. നിസ്കാരം എന്നത് ഇമ്പോർട്ടന്റ് ആണ്. നിസ്കാരം എന്നത് ഏറ്റവും വലിയ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ കാര്യം ഗൗരവത്തിലെടുക്കണോ. ഒരു കാരണവശാലും അത് ഒഴിവാക്കരുത്. പ്രത്യേകിച്ച് ഞങ്ങളെ ചെറുപ്പക്കാർ, നിങ്ങളെ ഏറ്റവും വലിയ ഐഡന്റിറ്റി, നിങ്ങളെ ഏറ്റവും വലിയ ക്വാളിറ്റി, നിങ്ങളെ ഏറ്റവും വലിയ ക്വാണ്ടിറ്റി അത് നിസ്കാരമായിരിക്കണോ. ബാക്കിയെല്ലാം പിന്നെ. പെണ്ണുങ്ങളോട് മംഗലത്തിന്റെ പേരില്, മൈലാഞ്ചിന്റെ പേരില് ഇനി നോക്ക് റമളാൻ വരാനായി. ഇനി പെണ്ണുങ്ങളെല്ലാം ബജാറിലായിരിക്കും മിക്കവാറും.